ആത്യന്തികമായി ഈ സംഘടനകളൊക്കെ SNDP ആയാലും NS ആയാലും ഒക്കെ സ്വന്തം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മതേതര കാഴ്ചപ്പാടോടുകൂടി മതസൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുത്ത് വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാ വിഷയങ്ങളെയും കണ്ടുപോയ ചരിത്രമാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NSS ആ കാര്യങ്ങൾ ഇതിനു മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രസ്താവനകൾ ഇൻ്റർവ്യൂവിലൊക്കെ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ രാഷ്ട്രീയമായി സമദൂര കാഴ്ചപ്പാടെടുത്തു. മാത്രമല്ല എല്ലാ കാലത്തും ഒരു മതേതര കാഴ്ചപ്പാടെടുത്ത ചരിത്രവും അവർക്കുണ്ട്, ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം അതാണ്. അപ്പോൾ ചില സംഘടനകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ചില വ്യതിയാനം വന്നു. പക്ഷേ NSS എന്നും ഒരേ കാഴ്ചപ്പാട് എടുത്തു പോയ ഒരു സംഘടനയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായും അവരാ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയമായി അവരെല്ലാ പാർട്ടികളെയും ഒരുപോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഹിഷ്ണുതയോടെ കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വർഗീയ സമീപനമോ അല്ലെങ്കിൽ വിഭാഗീയ സമീപനമോ എടുത്ത് പോകുമ്പോഴേ പൊതുസമൂഹത്തിന് അതിൽ പ്രോബ്ലം ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെ, ഞാൻ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും നടത്തുന്നില്ല, അറിയാലോ. ഐക്യശ്രമത്തിന് പിറകിൽ രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് പിന്മാറുന്നു എന്നാണ് NSS. അല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അവരെന്നും നല്ല മതേതര കാഴ്ചപ്പാട് എടുത്ത് പോയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ കാഴ്ചപ്പാടിന് വ്യതിയാനം വരുമ്പോഴാണ് അത് ചർച്ചയാവുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല, ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, NSS എന്നും സൗഹൃദത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു സംഘടനയാണ്. SNDP അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ചില വ്യതിയാനങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് ചർച്ചയായത്. എന്തായാലും ശരി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പത്മ അവാർഡൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, പിന്നെ അതിന് ഓരോരുത്തരും അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാനത് ഒരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാജ്യം നൽകുന്ന ഒരു പുരസ്കാരം, ആ പുരസ്കാരം ഒരാൾക്ക് കിട്ടിയാൽ അതിനെക്കുറിച്ച് മോശമാക്കി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് രാജ്യം നൽകുന്ന പുരസ്കാരമല്ലേ. അപ്പോൾ ഒരാളെ രാജ്യം അംഗീകരിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ എതിരായി പറയേണ്ട കാര്യമൊന്നുമില്ല. CPM ഫണ്ട് വിവാദം ഉന്നയിച്ച CPM നേതാവിന് തൽക്കാലം അവർ നോക്കട്ടെ, പിന്നെ പറയാം.